എവരിവൺ വെൽക്കം ബാക്ക്. എസ് ജി ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയറി എൻട്രി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഡയറി എൻട്രിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഫുൾ മാർക്ക് നമ്മൾ എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് കാണാൻ മനസ്സിലാക്കാം. ആദ്യം എന്താണ് ഒരു ഡയറി എൻട്രി? ഒരാള് അയാളുടെ ആ ദിവസത്തെ അന്ന് ദിവസം അയാൾക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ടാവില്ലേ, അയാളുടെ ദിവസത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, അതിനൊന്ന് എഴുതി വെക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാം, ഡയറി എൻട്രി എന്ന് പറയാം, അല്ലെ? ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഒന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നെ പോയിന്റ് വൈസ് ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഡയറി എൻട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് പേഴ്സണലൈസ്. സോ അതൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറയുന്നത് പോലെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്, അല്ലെ? എന്റെ ദിവസം എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഡയറി എൻട്രി. അപ്പൊ അത് ഏത് രീതിയിലായിരിക്കും പറയേണ്ടത്? ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയിരിക്കണം, അല്ലെ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഫസ്റ്റ് പേഴ്സണിൽ നിന്നോട് സംസാരിക്കുന്നത്, അല്ലെ? നിങ്ങളത് കേൾക്കുന്നു സെക്കൻഡ് പേഴ്സൺ. നമ്മളത് സംഭാഷണം കേൾക്കുന്ന മൂന്നാമത്തെ ഒരാളുണ്ടെങ്കിൽ അയാൾ തേർഡ് പേഴ്സൺ. ഇങ്ങനെയാണല്ലോ പറയാം, അല്ലെ? ഇപ്പൊ ഞാൻ ഫസ്റ്റ് പേഴ്സണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ, ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എണീറ്റ് വന്നു, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ നറേറ്റ് ചെയ്യാത്ത പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് വേണ്ടത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അറ്റ് ടൈംസ് യു മേ ലീവ് ഔട്ട് ദ പ്രോനൗൺ ഐ. പക്ഷെ പലപ്പോഴും നമ്മൾ ഐ എന്ന് പറയുന്ന പ്രോനൗണിനെ സ്കിപ്പ് ചെയ്യാറാണ്. ഇപ്പൊ ഫസ്റ്റ് പേഴ്സണിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഐ ആം എ ടീച്ചർ, അല്ലെങ്കിൽ ഐ വാസ് ഗോയിങ് ടു ദ സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയില്ല. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ, ഐ സോ എ മാൻ ദേർ സിറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് ബെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഐ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? പക്ഷേ ഡയറിയിൽ നമ്മൾ ഐനെ അധികവും സ്കിപ്പ് ചെയ്യാറാണ്. ഐനെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ട. എവിടെ? ഡയറി എൻട്രിയില്. അപ്പൊ ഇനി എങ്ങനെ എഴുതാ സാറേ? ഫോർ എക്സാമ്പിൾ, ഐ ആം റിയലി എക്സൈറ്റഡ്. ഐ ഒഴിവാക്കിയിട്ട് നേരെ ആം റിയലി എക്സൈറ്റഡ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ വെൻ ടു ദ ബീച്ച് ടുഡേ, ഐ വെൻ ടു ദ ബീച്ച് ടുഡേ എന്ന് പറയുന്നതിന് പകരം വെൻ ടു ദ ബീച്ച് ടുഡേ. ഐ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, ഞാൻ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു സംശയമില്ല, കാരണം ഞാനാണല്ലോ എഴുതുന്നത്, അവിടെ എന്റെ ദിവസത്തെ കുറിച്ചല്ലേ എഴുതുന്നത്. അപ്പൊ വെൻ ടു ദ ബീച്ച് ടുഡേ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഐനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കുന്നതാണ് ഡയറി എൻട്രിയിൽ എപ്പോഴും നല്ലത്. ഫസ്റ്റ് പേഴ്സണിലാണ് നമ്മൾ എഴുതേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, റെഫർ ടു പേഴ്സണൽ മെമ്മറീസ് ആൻഡ് ഗിവ് ഡീറ്റെയിൽസ്. നമ്മുടെ പേഴ്സണൽ മെമ്മറീസ്, അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കാം, പറയാം. യൂസ് കോൺവെർസേഷണൽ ആൻഡ് ഫ്രണ്ട്ലി ലാംഗ്വേജ്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കണം. അതുപോലെ തന്നെ കോൺവെർസേഷൻ ടൈപ്പ് ആയിരിക്കും. എന്താ കോൺവെർസേഷൻ ടൈപ്പ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ നമ്മൾ ഡയറി എഴുതാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാണ്. ആരോട്? നമുക്ക് അത്രയും വിശ്വാസമുള്ള, മറ്റൊരാളും വായിക്കൂല അല്ലെങ്കിൽ മറ്റൊരാളോടും പറയൂല എന്ന് ഉറപ്പുള്ള ഒരു സുഹൃത്തിനോടെന്ന പോലെ നമ്മളിത് ഷെയർ ചെയ്യാണ് രാത്രി. ആരോട്? ഡയറിയോട്. അതുകൊണ്ട് നമ്മൾ ഡിയർ ഡയറി എന്നൊക്കെ ആദ്യം എഴുതുന്നത്, ഒരു ലെറ്റർ എന്ന പോലെ ഡിയർ ഡയറി എന്നൊക്കെ നമ്മൾ എഴുതിയിട്ട് താഴെ എഴുതുന്നത്. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ലി ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ ടൈപ്പ് ആയിരിക്കും. മനസ്സിലായില്ല? നമ്മൾ സംഭാഷണം പോലെ, എടാ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എടാ ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയി എന്നൊക്കെ നമ്മൾ ഫ്രണ്ടിനോട് പറയുന്ന പോലെ ഒരു കോൺവെർസേഷൻ ടൈപ്പിൽ നമുക്ക് ഡയറി എഴുതാം. Next, refer to parents, friends, etc. as how you would address them in person. For example, mom said, Rohit came along, Shweta just wouldn't listen എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ പാരന്റ്സിനോടൊക്കെ ഒരു കാര്യം അഡ്രസ് പറയുക, അതുപോലെ ഡയറിയിലും എന്ത് ചെയ്യുക, പറയാം. അമ്മ അങ്ങനെ പറഞ്ഞു, ഓക്കെ, അല്ലെങ്കിൽ രോഹിത് എന്റെ കൂടെ വന്നു, അല്ലെങ്കിൽ ശ്വേത അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ കാഷ്വൽ ആയ രീതിയിൽ കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ സംഭാഷണങ്ങളിൽ സംസാരിക്കുന്നത് അതുപോലെ, എന്ന് വെച്ചാൽ ഫോർമൽ ആക്കരുത് എന്നർത്ഥം. ഓക്കെ, ഫോർമൽ ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ ആ ഭാഷ ഉപയോഗിക്കാതിരിക്കുക. നെക്സ്റ്റ്, സ്ട്രെസ് ഓൺ ഫീലിങ്സ്, ഇമോഷൻസ്, റിയാക്ഷൻസ് റാദർ ദാൻ ഓൺ ഇവന്റ് ഇറ്റ് സെൽഫ്. സംഭവങ്ങൾ മാത്രം പറയാതെ, എന്ന് വെച്ചാൽ കഥ പറയണമെന്നില്ല എവിടെ? ഡയറിക്കകത്ത്. ഓക്കെ, കഥ പറയണമെന്നില്ല ഡയറിക്കകത്ത്. കഥ പറയുന്ന അതിന്റെ ഒരു കൂടെ നമ്മൾ അധികവും സ്ട്രെസ് കൊടുക്കുന്നത് എവിടെയായിരിക്കണം? നമ്മുടെ ഇമോഷൻസിന്, റിയാക്ഷൻസിന്, അതുപോലെ ഫീലിങ്സിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. യു മെൻഷൻ ദ ടൈം ഓഫ് ദ എൻട്രി ആസ് വെൽ. നമ്മൾ ടൈമും പറയാം, അത് ഞാൻ പറയാം, ടൈം പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഡയറിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇമോഷൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി ഒരു ദിവസം. അപ്പൊ ഞാൻ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഹാപ്പിനെസ്സിനെ എങ്ങനെ ഇവിടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു ഐ എം സോ എക്സൈറ്റഡ് ടുഡേ, ഹൗ മച്ച് ഐ എം ഹാപ്പി ടുഡേ എന്നൊക്കെ പറഞ്ഞൊരു എക്സ്ക്ലമേറ്ററി സൈന്, കുത്ത് ഇൻകംപ്ലീറ്റ് സെന്റൻസസ്. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുമ്പോഴാണ് നമ്മൾ എന്താവുക, അതൊരു ഇമോഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറുക. അപ്പൊ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫീലിംഗ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ തന്നെ റിയാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കഥ മാത്രം പറഞ്ഞു പോകാതെ, അല്ലെങ്കിൽ ഇവന്റ്സ് മാത്രം പറഞ്ഞു പോകാതെ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എവിടെ ശ്രദ്ധിക്കേണ്ടത്, ഡയറിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിന്റെ കുറച്ച് ഫോർമാറ്റ് കാര്യങ്ങൾ. ഒന്നാമത്തത് ടോപ്പ് ലെഫ്റ്റിൽ എന്ന് വെച്ചാൽ മാർജിനോട് ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് ചെയ്താം, ഡേ ചെയ്താം, അതുപോലെ ടൈം ചെയ്താം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താ ഡേറ്റ് ടൈം? ഓക്കെ, അപ്പൊ ഞാനൊരു മോഡൽ കാണിച്ചു തരാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതാ കണ്ടില്ലേ, ഡേറ്റ് എഴുതിയിരിക്കുന്നു, ഡേ എഴുതിയിരിക്കുന്നു, കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഡേ ചെയ്ത്, ഡേ എന്ന് പറഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറയുന്നത്. ഇനി ടൈം ചെയ്താൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 10 PM, ഓക്കെ 10 PM ടൈം ചെയ്ത് വെക്കാം. അപ്പൊ അത് ഒരു ഫോർമാറ്റ് ആണ്. നെക്സ്റ്റ് ടെൻസ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ്. സാധാരണഗതിയിൽ നമ്മൾ ഡയറിയിൽ ഉപയോഗിക്കുന്ന ടെൻസുകൾ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ സാധാരണ പറയാറ്. പ്രസന്റ് പെർഫെക്റ്റിലും ഫ്യൂച്ചർ ടെൻസിലും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിട്ടൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പേഴ്സണിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഐ വെച്ചിട്ട് അല്ലെ, ആ രീതിയിലാണ് സംസാരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ്. ബിഗിൻ ദ എൻട്രി വിത്ത് എ ജനറൽ സെന്റൻസ് ഡിസ്ക്രൈബിംഗ് ദ ഡേ ഓഫ് യുവർ ഫീലിംഗ്. നിങ്ങളുടെ ആ ദിവസത്തെ ഫീലിങ്സിനെ കാണിക്കുന്ന ഒരു സെന്റൻസ് കൊണ്ട് നിങ്ങൾ തുടങ്ങുക. എന്ന് വെച്ചാൽ ഐ എം സോ എക്സൈറ്റഡ് ടുഡേ, ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടുഡേ, അല്ലെങ്കിൽ ഐ വാസ് സോ സാഡ് ടുഡേ, അല്ലെങ്കിൽ ഇറ്റ് വാസ് എൻ ഇവന്റ്ഫുൾ ഡേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് പഠിച്ചു വെച്ചോ. ആദ്യം ഡേറ്റ് ഡേ ഒക്കെ എഴുതി കഴിഞ്ഞു. ശേഷം നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ആൻ ഇവന്റ്ഫുൾ ഡേ എന്ന് വെച്ചാൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് എന്താ? ഇറ്റ് വാസ് ആൻ ഇവന്റ്ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ സംഭവബഹുലമായ ദിവസമായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. In the body, you may discuss an event, your feelings towards it, how is it likely to affect your future plans. അതിന്റെ ബോഡിയിൽ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് എന്തൊക്കെ സംസാരിക്കാം, അവിടെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാം, അതുപോലെ നിങ്ങളുടെ ഫീലിങ്സ്. അപ്പൊ അന്ന് ഒരു വൈറ്റ് സ്ക്യൂറലിനെ കണ്ട് എന്താണ് എന്തെങ്കിലും ഒരു ഇവന്റ്, ഏതെങ്കിലും ഒരു സ്റ്റോറിയിലെ സ്നേക്കിനെ കണ്ട ആ ഒരു ഇവന്റോ, അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് എന്താണ്, അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ ഭാവിയെ അതെങ്ങനെയൊക്കെ ബാധിക്കും, ഞാൻ ആ റൂം ക്വിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, വ്യക്തമായ ആ ബോഡിക്കകത്താണ് നമ്മൾ എഴുതേണ്ടത്. കൺക്ലൂഡ് വിത്ത് ഫൈനൽ റിമാർക്ക് ആൻഡ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, ഒരു കൺക്ലൂഷൻ വേണം. കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കാം, നമുക്ക് ഓപ്പണിംഗ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്പണിംഗ് എങ്ങനെയാണ്? ബിഗിൻ യുവർ ഡയറി വിത്ത് ഗ്രീറ്റിംഗ് ഓഫ് ദ ഡേ ഓഫ് ഗ്രീറ്റിംഗ് യുവർ ഡയറി. ഡയറിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഡിയർ ഡയറി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡിയർ ഡയറി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ശേഷം ഇൻട്രൊഡക്ഷൻ വേണം. ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ്? ഇൻട്രൊഡ്യൂസ് ദ ഇവന്റ്സ് ഓർ ഇമോഷൻ യു വാണ്ട് ടു റൈറ്റ് അബൌട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ഇമോഷൻ ആണോ കാണിക്കേണ്ടത്, അത് ഐ എം സൂപ്പർ എക്സൈറ്റഡ്, അല്ലെങ്കിൽ ഐ വാസ് സോ ഡെസ്പറേറ്റ് ടുഡേ, അല്ലെങ്കിൽ ഇറ്റ് വാസ് എൻ ഇവന്റ്ഫുൾ ഡേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബോഡി ഞാൻ നേരത്തെ പറഞ്ഞു, ബോഡിയിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ നമ്മുടെ റിയാക്ഷൻസ്, തോട്ട്സ്, അതുപോലെ തന്നെ ഫീലിങ്സ് ഒക്കെയാണ് അവിടെ ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു പാരഗ്രാഫിൽ നിങ്ങൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ റിഫ്ലക്ട് ദ ഡേസ് ഇവന്റ്സ് ആൻഡ് ഹൗ ദേ മേഡ് യു ഫീൽ. ആ ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, നമ്മളെ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യിപ്പിച്ചത്. ഇപ്പൊ സങ്കടമാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ സങ്കടപ്പെടുത്തി, ഓക്കെ, അതുപോലെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു എന്ന കാര്യം അവിടെ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. കാരണം ഇതാണ് ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു പാരഗ്രാഫാണ് നമ്മുടെ ഐഡിയാസിനെ, തോട്ട്സിനെ, കൺസേൺസിനെ, ഹോപ്സിനെ, പ്രതീക്ഷകളെയൊക്കെ നമുക്ക് ഈ പാരഗ്രാഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, ഈ ക്വസ്റ്റ്യനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇതാണ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഓക്കെ, റിഫ്ലക്ട് ഓൺ ദ ഡേസ് ഇവന്റ്സ് ആൻഡ് ഹൗ ദേ മേഡ് യു ഫീൽ. കൺസിഡർ വാട്ട് യു ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ്. നിങ്ങൾ എന്താണ് അതിൽ നിന്നും പഠിച്ചത്, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് പഠിച്ചു, എന്ത് മനസ്സിലാക്കി, ഇനി നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് കരുതും എന്ന് വെച്ചാൽ എന്ത് കരുതൽ നടത്തും എന്നൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യാം, പറയാം. ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടും ഇത് മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്കൊരു റിഫ്ലക്ഷൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എഴുതാനൊന്നുമില്ല. അങ്ങനെ ബോധറായിട്ട് നിങ്ങൾ ഇതൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ നമുക്ക്. ഓക്കെ, അവസാനം ഒരു കൺക്ലൂഷൻ വേണം. End your diary with a closing thought or reflection. You can summarize your feelings about the day or express gratitude for something positive that happened. Sign off with your name or any nicknames you prefer. Okay, ഇവിടെ ശ്രദ്ധിക്കാം. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ ആണ് ഏതെന്നറിയോ? എനിഹൗ ഐ ആം ഗോയിങ് ടു ബെഡ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ്. എങ്ങനെ പറയാം അവസാനിപ്പിക്കാം? എനിഹൗ ഐ ആം ഗോയിങ് ടു ബെഡ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം.
താഴെ നിങ്ങൾക്ക് നെയിം കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിക് നെയിം കൊടുക്കാം. നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഡിയർ ഡയറി എഴുതിയതുപോലെ അവസാനം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, 2021 ചോദിച്ചൊരു ചോദ്യമാണ്. The boy in the story Adventure in Banyan Tree was excited to see the fight between the mongoose and the cobra. He wrote his thoughts in his diary. Write the likely diary entry. 5 marks ആണ്. നമുക്കൊരു മോഡൽ നോക്കാം, എങ്ങനെയാണ് നമുക്ക് എഴുതാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു ഡേറ്റും ഡേയും എഴുതി അല്ലെ. 10 PM എന്ന് നമ്മൾ ഇപ്പുറത്ത് സമയം കൊടുത്തു. ഇനി അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ ഒരു കള്ളിയൊക്കെ വരയ്ക്കാം നമുക്ക്. ഇങ്ങനെ ഒരു കള്ളി വരയ്ക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ്, ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കുന്നു. അതിനകത്ത് ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ടൈം എഴുതുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഒരു സണ്ണി ഡേ അല്ലെങ്കിൽ റെയിനി ഡേ. ഇവിടെ നല്ല വെയിലുള്ള ദിവസം ആയതുകൊണ്ടാണ് സണ്ണി ഡേ എന്നിട്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറി എഴുതുന്നു. ഹോ, ടുഡേ വാസ് എൻ എക്സൈറ്റിംഗ് ഡേ. കണ്ടോ, ഇമോഷനെ നമ്മൾ ആദ്യം തന്നെ അവിടെ കൊണ്ടുവന്നു. നെക്സ്റ്റ്, ഹാപ്പൻ ടു വാച്ച്. ഐ ഹാപ്പൻ ടു വാച്ച് എന്ന് പറയുന്നതിന് പകരം ഹാപ്പൻ ടു വാച്ച് ദ ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് എ മംഗൂസ്. Both of them were good fighters, but at last the mongoose won the fight. I was seated on top of the banyan tree when the fight was going on the contact were unaware of my presence. There was two spectators, a jungle crow and a myna, ready to watch the fight. The crow was in trouble, but the myna was wiser. After the fight, the myna dropped cautiously on the ground and peered to the bushes. When I told grandfather about the fight, he was happy because the mongoose had won. This was the first experience in my life with them, to witness such a battle. I really enjoyed it a lot എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് റസ്കിൻ ബോണ്ട് എന്നോ എന്തെങ്കിലും ഒരു പേരൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒരു പെട്ടിക്കകത്താക്കാം. ഈ ഒരു രീതി ഫോമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ വളരെ നല്ലതാണ്. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു മോഡൽ കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു പാരഗ്രാഫ് വൈസ് ആയിട്ട് നമ്മൾ റിഫ്ലക്ഷനും അതുപോലെ ഇൻട്രൊഡക്ഷനും ബോഡിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ഒരു ഫോമാറ്റ് ആയിട്ട്, നമ്മുടെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒരു പുറത്തുനിന്നുള്ളൊരു ചോദ്യമായിട്ട്, എന്താണ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡയറി എൻട്രിയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇവിടെ കഥ പറയുന്നതല്ല ഡയറി എൻട്രി. ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് കീപ്പ് ചെയ്യുക, ഡേറ്റ് ഡേ ടൈം നമുക്ക് എഴുതാം. ശേഷം നിങ്ങൾ ഡിയർ ഡയറി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമോഷണൽ ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ സെന്റൻസ് തന്നെ ഇറ്റ് വാസ് എൻ ഇവന്റ്ഫുൾ ഡേ അല്ലെങ്കിൽ ഇറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ദിവസത്തിന്റെ ആ ഒരു ഫീലിംഗ് കാണിക്കുന്നു. ശേഷം നമ്മൾ ആ ഒരു എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ആ സമയത്ത് ആ ക്യാരക്ടറിന് ഉണ്ടായിട്ടുള്ള ഇമോഷൻ എന്താണ് അത് അവിടെ കൊണ്ടുവരിക. ഈ ഇമോഷണൽ ലാംഗ്വേജ് എങ്ങനെ എഴുതണമെന്ന് അറിയാത്ത ആൾക്കാർ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, നമ്മളെ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഉപയോഗിക്കുക. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുന്ന സെന്റൻസ് അല്ലേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് വാസ്, അല്ലെങ്കിൽ വാട്ട് എ ഫൈറ്റ് വാസ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെന്റൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റ് അല്ലാത്ത ഇൻകംപ്ലീറ്റ് സെന്റൻസസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതും നമ്മളെ ഈ ഒരു ഇമോഷനെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുക. എനിഹൗ ഐ എം ഗോയിങ് ടു ബെഡ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. ശേഷം നമ്മുടെ പേര് എഴുതുന്നെങ്കിൽ എഴുതാം, അല്ല നിങ്ങൾ അത്ര കോൺഫിഡന്റ് അല്ലെങ്കിൽ എഴുതേണ്ട, പെട്ടി വരയ്ക്കാം, പരിപാടി എഴുതും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അതൊന്നും വരൂല. നമ്മൾ പെട്ടെന്ന് അത് കോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാനും കഴിയില്ല. സോ അതൊന്നും ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കൃത്യമായിട്ടും ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ക്വസ്റ്റ്യനിൽ 5 out of 5 കിട്ടും. ഓക്കെ, താങ്ക് യു.